കേരളത്തിന്റെ നിയമസഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇനി ഏകദേശം 2 മാസം ബാക്കി. അതിനുശേഷം പിന്നാലെ ഇലക്ഷൻ നടക്കേണ്ടതാണ്. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാൻ 3 മുന്നണികളും തയ്യാറായിട്ടില്ല. LDF, UDF, BJP. 3ഇടത്തും സർവേകളുടെ പാർട്ടി റിപ്പോർട്ടിങ്ങിന്റെ താഴെത്തട്ടിലുള്ള കണക്കെടുപ്പുകളുടെ ബഹളമാണ്. ആര് ജയിക്കും? LDF ചരിത്രത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ 3ാം പ്രാവശ്യവും തുടർഭരണം എന്ന സ്വപ്നത്തിലേക്ക് അവർ പ്രയത്നിക്കുമ്പോൾ UDF LDFനെ അട്ടിമറിച്ച് ഇത്തവണ ഭരണം നേടണം എന്നുള്ള തീരുമാനത്തിലാണ്. 10ൽ കൂടുതൽ MLA-മാരെ നേടിക്കൊണ്ട് കരുത്ത് തെളിയിക്കാൻ BJPയും മത്സര രംഗത്ത് ശക്തമായുണ്ട്. പലയിടത്തും ത്രികോണ മത്സരമായിരിക്കും ഫലം. മത്സരത്തിന്റെ ഗതി നോക്കുമ്പോൾ തീർച്ചയായും ഇതൊരു തൂക്ക് നിയമസഭ വരാനാണ് സാധ്യത. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക 3 പേരും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. LDF-ഓ UDF-ഓ BJP-യോ. കാരണം എന്തായിരിക്കും? കാരണം മറ്റൊന്നുമല്ല, ആദ്യം ഞങ്ങൾ പുറത്തുവിട്ടാൽ അതിനേക്കാൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി എതിർപാളയത്തിൽ നിന്ന് ഉയർന്നു വന്നാൽ ഈ സ്ഥാനാർത്ഥിയെ മാറ്റാനോ മാറ്റാതിരിക്കാനോ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മുന്നണികൾ എത്തിച്ചേരും. അതുകൊണ്ട് എതിരാളികൾ ആദ്യം പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടിൽ തന്നെ ആയിരിക്കും ഈ പാർട്ടികൾ. എന്തായാലും BJP അങ്ങനെ തന്നെയാണ് എന്ന് ഇന്നലത്തെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. LDF-നെ സംബന്ധിച്ചിടത്തോളം മുൻപുണ്ടായിരുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നിലവിലെ MLA-മാരെ തുടരാൻ അനുവദിക്കുന്ന സാഹചര്യമാണ്. കാരണം ഭരണം 3ാമതും LDF-ന് തുടരണം. അതുകൊണ്ട് തന്നെ ജനപ്രിയരായ MLA-മാരെ തുടരാൻ അനുവദിക്കുക, ജനപ്രിയർ അല്ലെങ്കിൽ അവരെ മാറ്റുക എന്ന നിലയിലേക്ക് LDF മാറിയിരിക്കുന്നു. UDF-നാണെങ്കിലോ ഭരണം പിടിച്ചേ പറ്റൂ. സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രശസ്തരായ ആളുകളെ കൊണ്ടുവന്ന് പാർട്ടി നോക്കാതെ മത്സരിപ്പിക്കുന്ന ഒരു ശൈലിയും UDF ആലോചിക്കുന്നുണ്ട്. BJP-ക്കാണെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണം എന്ന താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അതിന് തടയിട്ടിരിക്കുകയാണ്. ജനുവരിയിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടികയുമായി കേന്ദ്രത്തെ സമീപിച്ച BJP-ക്ക് കാത്തിരിക്കാനായിരുന്നു നിർദ്ദേശം. ഇത്ര നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കേണ്ട എന്നും അത് ഇലക്ഷനെ ദോഷകരമായി ബാധിക്കും എന്ന രീതിയിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. നേരത്തെ പട്ടിക പുറത്തിറക്കിയാൽ അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഇലക്ഷനെ ദോഷകരമായി ബാധിക്കും എന്ന് BJP-ക്ക് കേന്ദ്ര നേതൃത്വത്തിന് വിലയിരുത്തലുണ്ട്. എന്നാൽ നേമവും കഴക്കൂട്ടവും മഞ്ചേശ്വരവും കാട്ടാക്കടയും നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ തുടരാനാണ് സാധ്യത. നേമത്ത് സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖറും, കഴക്കൂട്ടത്ത് B മുരളീധരനും, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും, കാട്ടാക്കട PK കൃഷ്ണദാസും സ്ഥാനാർത്ഥികളായിരിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. അവർ മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. LDF-നെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള MLA-മാർ മത്സര രംഗത്തുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ IB സതീഷും അരുവിക്കരയിൽ സ്റ്റീഫനുമൊക്കെ മത്സര രംഗത്തുണ്ടാകാനാണ് സാധ്യത കൂടുതൽ. BJP-യെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവരോട് അതാത് മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നി പ്രവർത്തിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കേണ്ട എന്ന രീതിയിലുള്ള നിർദ്ദേശവും അവർക്ക് നൽകിയിട്ടുണ്ട്. 5ലേറെ ഏജൻസികളാണ് BJP-ക്ക് വേണ്ടി സർവേ നടത്തുന്നത്. ഏത് സ്ഥാനാർത്ഥി എവിടെ അനുയോജ്യൻ എന്ന രീതിയിൽ സംഘടനയുടെ താഴെത്തട്ടിൽ നിന്ന് വരുന്ന പട്ടികയും ഈ സർവേ ഫലങ്ങളും എല്ലാം കൂടി ചേർത്തായിരിക്കും BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരിക. 6ാമതൊരു സർവേ BJP-ക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും BJP-യെ സംബന്ധിച്ചും വരുന്ന നിയമസഭാ ഇലക്ഷൻ നിർണായകമാണ്. അവരുടെ രാഷ്ട്രീയ ഗതി തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. നിലനിൽക്കണോ ഇല്ലാതാകണോ എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.